അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ മുജ്തബയിലൂടെ പരിചയപ്പെടാൻ പോകുന്ന സ്വഹാബി വനിത സൈനബ് ബിൻത് മുഹമ്മദ് റളിയല്ലാഹു അൻഹ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെയും ദാമ്പത്യവല്ലരിയിൽ വിരിഞ്ഞ ആദ്യത്തെ പൂവാണ് സൈനബ് റളിയല്ലാഹു അൻഹ. തിരുമേനിക്ക് 30 വയസ്സുള്ളപ്പോൾ ജനിച്ച ഈ കുട്ടി മാതാപിതാക്കളുടെ സദ്ഗുണങ്ങൾ ശീലിച്ചു വളർന്നു. മകൻ അബുൽ ആസിബിന് റബീഇനെ കൊണ്ട് സൈനബിനെ വിവാഹം കഴിപ്പിക്കണമെന്നത് ഖദീജയുടെ സഹോദരി ഹാലയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. തൻ്റെ അഭിലാഷം അവർ ഖദീജയുടെയും ഭർത്താവിൻ്റെയും മുമ്പിൽ വെച്ചു. സദ്ഗുണസമ്പന്നനായ അബുൽ ആസിനെ പറ്റി മാതാപിതാക്കൾക്ക് എതിരഭിപ്രായമുണ്ടായിരുന്നില്ല. സൈനബിനും അദ്ദേഹത്തെ അടുത്ത് പരിചയമുണ്ട്. എങ്കിലും അവളുടെ അഭിപ്രായം ആരായാതെ വിവാഹം അടിച്ചേൽപ്പിക്കാൻ നബി ഉദ്ദേശിച്ചില്ല. അദ്ദേഹം നിർദ്ദേശം സൈനബിൻ്റെ മുമ്പിൽ വെച്ചു. അവർ അർത്ഥഗർഭമായ മൗനം ദീക്ഷിക്കുകയാണ് ചെയ്തത്. മകൾക്ക് ഇഷ്ടമാണെന്ന് ഇതിൽ നിന്നും നബി മനസ്സിലാക്കി. അധികം വൈകാതെ വിവാഹം നടന്നു. സൈനബ് മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് ഭർതൃഗൃഹത്തിലേക്ക് താമസം മാറ്റി. നബിക്ക് പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പാണ് ഈ വിവാഹം. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ തുടക്കത്തിൽ അതിൽ വിശ്വസിച്ച സൈനബ് റളിയല്ലാഹു അൻഹ കടുത്ത മാനസിക പരീക്ഷണത്തെയാണ് നേരിട്ടത്. കച്ചവടത്തിന് അബുൽ ആസ് അടിക്കടി പുറം നാടുകളിൽ പോകാറുണ്ട്. ഒരിക്കൽ അദ്ദേഹം യാത്ര പോയ ഘട്ടത്തിലാണ് നബിക്ക് പ്രവാചകത്വം കിട്ടുന്നത്. സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് ഭർത്താവിനോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്, അദ്ദേഹത്തിന് അവരോടും. പക്ഷേ സത്യത്തെ അംഗീകരിക്കാൻ ഭർത്താവിൻ്റെ സമ്മതം വേണം. അദ്ദേഹം വരുന്നത് കാക്കാതെ സൈനബ് റളിയല്ലാഹു അൻഹ ഇസ്ലാമിൽ വിശ്വസിച്ചു. അബുൽ ആസ് മടങ്ങി വന്നപ്പോൾ അവർ സംഭവം വിവരിച്ചു. സൈനബ് റളിയല്ലാഹു അൻഹ പിതാവിനെ പിന്തുടർന്നതിൽ അദ്ദേഹത്തിന് എതിർപ്പില്ല. അതിൻ്റെ പേരിൽ പിണങ്ങാനും ഭാവമില്ല. അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ഇതാണ്: നിന്റെ പിതാവിൻ്റെ സത്യസന്ധതയിൽ എനിക്ക് തീരെ സംശയമില്ല. നീ എവിടെ പോയാലും സന്തോഷത്തോടെ ഞാൻ കൂടെ വരും. പക്ഷേ ഭാര്യയെ പ്രീണിപ്പിക്കാൻ നിന്റെ ഭർത്താവ് സ്വന്തം ജനങ്ങളെ വഞ്ചിക്കുകയും പിതാക്കളുടെ ദൈവങ്ങളിൽ അവിശ്വസിക്കുകയും ചെയ്തുവെന്ന് പറയുന്നത് എനിക്ക് കേട്ടുകൂടാ. അതുകൊണ്ട് എൻ്റെ വിഷമാവസ്ഥ മനസ്സിലാക്കി നീ എനിക്ക് മാപ്പ് തരണം. അബുൽ ആസ് മുശ്രിക്കും സൈനബ് റളിയല്ലാഹു അൻഹ മുസ്ലിമുമായി ജീവിതം തുടർന്നു. അവരുടെ ബന്ധം നബി വേർപെടുത്തിയില്ല. ബഹുദൈവ വിശ്വാസികളും മുസ്ലിങ്ങളും തമ്മിൽ വിവാഹബന്ധം പാടില്ലെന്ന നിരോധം അന്ന് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഹിജ്റയ്ക്ക് ശേഷമാണ് ആ നിയമം വരുന്നത്. കൂടാതെ അബുൽ ആസ് നബിയോട് മതിപ്പും ബഹുമാനവും പുലർത്തിപ്പോരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഭാര്യയെ അദ്ദേഹം മർദ്ദിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യുന്നില്ല താനും. പക്ഷേ പിന്നീട് പല പരീക്ഷണങ്ങളെയും ഇരുവർക്കും നേരിടേണ്ടി വന്നു. ആത്മാർത്ഥമായ ആ സ്നേഹബന്ധം കാത്തുസൂക്ഷിക്കാൻ കുറച്ചൊന്നുമല്ല അവർ ത്യാഗങ്ങൾ സഹിച്ചത്. സൈനബ് റളിയല്ലാഹു അൻഹ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഭർത്താവിനെ സ്നേഹിക്കുകയും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തപ്പോൾ അബുൽ ആസ് ഖുറൈശികളുടെ ആജ്ഞയ്ക്കെതിരായി ഭാര്യയെ ഉപേക്ഷിക്കാതെ നിലനിർത്തി. പിതാവും അനുജത്തിമാരായ ഫാത്തിമ, ഉമ്മു കുൽസും തുടങ്ങിയ കുടുംബാംഗങ്ങളും മദീനയിലേക്ക് ഹിജ്റ പോയി. സൈനബ് മക്കയിൽ ഭർതൃഗൃഹത്തിൽ അള്ളാഹുവിൻ്റെ വിധി കാത്തിരുന്നു. ഖുറൈശികളോടൊപ്പം ബദ്ർ യുദ്ധത്തിന് പോയ അബുൽ ആസ് യുദ്ധത്തടവുകാരനായി മുസ്ലിങ്ങളുടെ പിടിയിൽ അകപ്പെട്ടു. ഭർത്താവ് യുദ്ധത്തിന് പോയതിൽ പ്രതിഷേധമുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ പ്രിയതമനെ രക്ഷിക്കാൻ തന്നെ സൈനബ് തീർച്ചയാക്കി. മോചനദ്രവ്യം വാങ്ങി തടവുകാരെ വിട്ടയക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കല്യാണ ദിവസം മാതാവ് ഖദീജ റളിയല്ലാഹു അൻഹ കൊടുത്ത സ്വർണ്ണമാലയുമായി ഭർതൃ സഹോദരൻ അംർ ഇബ്നു റബീഇനെ മദീനയിലേക്ക് വിട്ടു. അബുൽ ആസിനെ വിട്ടുകൊടുക്കാൻ കൊടുത്തയച്ച മാല കണ്ടപ്പോൾ നബിയിൽ ഓർമ്മകൾ തികട്ടി വന്നു. അന്തരിച്ച ഖദീജ റളിയല്ലാഹു അൻഹയെയും മകൾക്ക് അബുൽ ആസിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും അദ്ദേഹം ദീർഘനേരം ചിന്തിച്ചിരുന്നു. അദ്ദേഹം അനുചരന്മാരോട് അഭ്യർത്ഥിച്ചു, അവൾക്ക് അവളുടെ തടവുകാരനെ വിട്ടുകൊടുക്കുകയും അവളുടെ ധനം മടക്കിക്കൊടുക്കുകയും ചെയ്യാൻ അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ അപ്രകാരം ചെയ്യൂ. അങ്ങനെ മുസ്ലിങ്ങളുടെ സമ്മതപ്രകാരം അബുൽ ആസിനെ വിട്ടു. മക്കയിലേക്ക് മടങ്ങാൻ നേരത്ത് സൈനബിനെ മദീനയിലേക്ക് അയക്കാൻ നബി അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അദ്ദേഹം വാക്കുകൊടുക്കുകയും ചെയ്തു. മകളെ കൊണ്ടുവരാൻ സെയ്ദ് ഇബ്നു ഹാരിസയെയും അൻസാരികളിൽ ഒരാളെയും നബി അദ്ദേഹത്തിൻ്റെ കൂടെ അയച്ചു. മക്കയ്ക്ക് പുറത്ത് ബത്തുൻ യഅ്ജജ് എന്ന സ്ഥലത്ത് കാത്തുനിൽക്കണമെന്നും സൈനബ് എത്തിയാൽ അവരെ പിന്തുടരണമെന്നുമായിരുന്നു ഇവർക്ക് തിരുമേനി നൽകിയ നിർദ്ദേശം. ഭർത്താവ് തിരിച്ചു വന്നപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ സന്തോഷം അവർണ്ണനീയമായിരുന്നു. പക്ഷേ മദീനയിലേക്ക് അയക്കാമെന്ന് പിതാവിന് വാക്കുകൊടുത്ത വിവരം അറിഞ്ഞപ്പോൾ അവിടെ മ്ലാനത തളം കെട്ടി. ഇസ്ലാമിനെ വിട്ട് ഭർത്താവിനെ സ്വീകരിക്കാൻ സൈനബ് തയ്യാറായില്ല. അതേസമയം ഭർത്താവിനെ പിരിയുന്നതിൽ മനോവേദനയും. യാത്രക്ക് ഒരുങ്ങി പുറപ്പെടാൻ സമ്മതത്തിനായി ഭർത്താവിൻ്റെ മുമ്പിൽ ചെന്നുനിന്ന് കണ്ണു തുടച്ചപ്പോൾ അദ്ദേഹം അവരെ യാത്രയാക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു:
എന്തു സംഭവിച്ചാലും എൻ്റെ മരണം വരെ സൈനബിനോടുള്ള സ്നേഹം ഞാൻ നിലനിർത്തും. ഈ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഭവതിയുടെ ഓർമ്മകളെ താലോലിച്ച് ഞാൻ കഴിയും. ഭാര്യയെ സുരക്ഷിതമായ നഗരത്തിനു വെളിയിൽ എത്തിക്കാൻ ഒരു വില്ലാളി കൂടിയായ സഹോദരൻ കിനാനത്ത് ബിനു റബീഇനെയാണ് അബുൽ ആസ് ഏൽപ്പിച്ചത്. നബിയോടുള്ള വിരോധം പുത്രിയോട് ഖുറൈശികൾ കാണിച്ചുകൂടായികയില്ല. ആ സ്ത്രീയെ ഒരു തടവു പുള്ളിയാക്കി വിലപേശാനും ശ്രമിച്ചെന്നു വരാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത വാക്കു പാലിക്കാൻ അബുൽ ആസ് ബാധ്യസ്ഥനാണ്, ഖുറൈശികൾ എത്ര എതിർത്താലും. പകലായിരുന്നു യാത്ര. സൈനബ് റളിയല്ലാഹു അൻഹ പോകുന്നത് കണ്ട് ഖുറൈശികൾ കുശുകുശുത്തു തുടങ്ങി. അവളെ അങ്ങനെ വിട്ടുകൂടാ. തങ്ങളുടെ ശക്തിയും സ്വാധീനവും മുഹമ്മദും കൂട്ടരും മനസ്സിലാക്കട്ടെ. യാത്ര മുടക്കാൻ ഹബ്ബാറുബിന് അസ്വദ്, നായിഫിബിന് അബ്ദുൽ ഖൈസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം യോദ്ധാക്കളെ അവർ അയച്ചു. തുടർന്നുണ്ടായ സംഘട്ടനത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹ വാഹനപ്പുറത്ത് നിന്ന് വീണു. ഗർഭിണിയായിരുന്ന അവർക്ക് രക്തസ്രാവം ഉണ്ടായി. കിനാനത്ത് ബിനു റബീഇ ആയുധമെടുത്ത് ഖുറൈശികളോട് ഒരു കൈ നോക്കാൻ തയ്യാറെടുത്തു. അപ്പോഴേക്കും അബുൽ ആസും രംഗത്തെത്തി. വിവരമറിഞ്ഞ് ഓടി വന്ന അബൂ സുഫിയാൻ പറഞ്ഞു, നമ്മൾ എന്തിന് തമ്മിലടിക്കണം? നാം കാണുകെ പരസ്യമായി ഇവളെ കൊണ്ടുപോകുന്നതിനാലാണ് ഞങ്ങൾക്ക് എതിർപ്പ്. അത് നമ്മുടെ ദൗർബല്യവും കഴിവുകേടുമായി മറുപക്ഷം ചിത്രീകരിക്കും. ഇവളെ പിതാവിൻ്റെ അടുക്കിലേക്ക് വിടാതെ ഇവിടെ പിടിച്ചു വയ്ക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. ഇവളെ ഇപ്പോൾ തിരിച്ചു കൊണ്ടുപോകുക. പൊതുജനങ്ങൾ കാണാതെ എപ്പോൾ വേണമെങ്കിലും ഇവൾക്ക് പോകാം. ഈ മധ്യസ്ഥ നിർദ്ദേശപ്രകാരം സൈനബ് റളിയല്ലാഹു അൻഹ മക്കയിലേക്ക് മടങ്ങി. വീട്ടിലെത്തി ക്ഷീണം തീർക്കുകയും ബഹളം അടങ്ങുകയും ചെയ്ത ശേഷം രാത്രിയിലാണ് പിന്നെ അവർ മദീനയിലേക്ക് പുറപ്പെട്ടത്. മകൾ എത്തിയ വിവരം അറിഞ്ഞപ്പോൾ ഖുറൈശികളോട് എതിർത്തും വാക്കുപാലിച്ച് അബുൽ ആസിനെ പ്രശംസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രസ്താവിച്ചു: അവൻ സംസാരത്തിൽ എന്നോട് സത്യസന്ധത കാണിച്ചു, എന്നോട് ചെയ്ത വാഗ്ദാനം പാലിച്ചു. ഭർത്താവിൻ്റെ ഓർമ്മകൾ അയവിറക്കിയും അദ്ദേഹത്തിന് സദ്ബുദ്ധി തോന്നി ഇസ്ലാമിൽ വരണേ എന്ന് പ്രാർത്ഥിച്ചും സൈനബ് നീണ്ട കൊല്ലങ്ങൾ മദീനയിൽ കഴിച്ചുകൂട്ടി. ആയിടക്കാണ് ഒരു പുലർച്ചക്ക് അബുൽ ആസ് ഭയപരവശനായി അവരുടെ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നെ രക്ഷിക്കണം, അദ്ദേഹം അഭ്യർത്ഥിച്ചു. സൈനബ് റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. എന്നിട്ട് അകത്ത് വിളിച്ചിരുത്തി സംഭവം ചോദിച്ചറിഞ്ഞു. മക്ക വിജയത്തിന് അല്പം മുമ്പാണിത്. അബുൽ ആസ് ഷാമിൽ കച്ചവടത്തിന് പോയി തിരിച്ചു വരുന്നു. വിശ്വസ്തനായതുകൊണ്ട് ഖുറൈശികൾ ഏൽപ്പിച്ച പണവും കച്ചവടച്ചരക്കുകളും അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. കൂടെ ഒരു സംഘം ഖുറൈശി വ്യാപാരികളും. വഴിമധ്യേ സെയ്ദ് ബിൻ ഹാരിസയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യത്തിൻ്റെ പിടിയിൽപ്പെട്ടു. ചരക്കുകളും ചില സംഘാംഗങ്ങളെയും അവർ ബന്ധനസ്ഥരാക്കി. അബുൽ ആസ് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയാണ് വേഷപ്രച്ഛന്നനായി മദീനയിലെത്തി സൈനബിൻ്റെ വാതിൽക്കൽ സഹായാഭ്യർത്ഥനയുമായി നിൽക്കുന്നത്. നബിയും മുസ്ലിങ്ങളും പ്രഭാത നമസ്കാരത്തിന് പള്ളിയിൽ സമ്മേളിച്ച സമയമായിരുന്നു അത്. അവർ തക്ബീർ ചൊല്ലി നമസ്കാരത്തിൽ പ്രവേശിച്ചപ്പോൾ സ്ത്രീകളുടെ മൂലയിൽ ചെന്ന് നിന്ന് സൈനബ് റളിയല്ലാഹു അൻഹ ഉറക്കെ വിളിച്ചു പറഞ്ഞു: ജനങ്ങളെ, ഞാൻ അബുൽ ആസ് ബിനു റബീഇന് അഭയം നൽകിയിരിക്കുന്നു. തിരുമേനി നമസ്കാരം കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് ഞാൻ കേട്ടത് നിങ്ങൾ കേട്ടുവോ എന്ന് അന്വേഷിച്ചു. കേട്ടുവെന്ന് അവർ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രസ്താവിച്ചു: അല്ലാഹു സത്യം, നിങ്ങൾ കേട്ടത് ഞാൻ കേൾക്കുന്നതുവരെ സംഭവത്തെക്കുറിച്ച് ഒരു വിവരവും ഞാൻ അറിഞ്ഞില്ല. മുസ്ലിങ്ങൾ കൂട്ടുത്തരവാദിത്തങ്ങൾ ഉള്ളവരാണ്. ചെറിയവന് പോലും അഭയം നൽകാൻ അവകാശമുണ്ട്. അത് മാനിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ്. അവൾ അഭയം കൊടുത്തവന് നമ്മളും അഭയം കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെന്ന് വിവരം ചോദിച്ചു മനസ്സിലാക്കി. അഭയം മാത്രമല്ല, ധനം വിട്ടുകിട്ടാൻ കൂടിയാണ് അബുൽ ആസ് തന്നെ സമീപിച്ചതെന്ന് സൈനബ് റളിയല്ലാഹു അൻഹ ബോധിപ്പിച്ചപ്പോൾ മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിട്ടുകൊടുക്കാൻ തിരുമേനി ഉത്തരവിട്ടു. അനന്തരം പുത്രിയെ അദ്ദേഹം ഇപ്രകാരം ഉപദേശിച്ചു: നീ അവനെ സമുചിതം സൽക്കരിക്കുക, പക്ഷേ അവൻ നിന്റെ കൂടെ ശയിക്കരുത്. ബഹുദൈവ വിശ്വാസിയായിരിക്കുന്നിടത്തോളം കാലം അവന് നീ അനുവദനീയമല്ല. അബുൽ ആസ് മക്കയിലേക്ക് മടങ്ങിപ്പോയി. എല്ലാ ബാധ്യതകളും തീർത്തു. എന്നിട്ട് ഖുറൈശികളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചു: അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് അവൻ്റെ ദാസനും ദൂതനുമാണെന്നും ഇപ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങളുടെ പണം തിന്നലാണ് എൻ്റെ ഉദ്ദേശമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് ഭയന്നാണ് ഞാൻ ഇതുവരെ ഇസ്ലാം പ്രഖ്യാപിക്കാതിരുന്നത്. നിങ്ങളോടുള്ള ബാധ്യത തീർത്ത സ്ഥിതിക്ക് ഇനി എനിക്ക് പേടിക്കാനില്ല. ഖുറൈശികൾ വിഷണ്ണരായി നോക്കി നിൽക്കെ അദ്ദേഹം കുതിരപ്പുറത്ത് മദീനയിലേക്ക് യാത്രയായി. മുസ്ലിമും മുഹാജിറുമായി വന്ന അബുൽ ആസിന് നബി മകളെ തിരിച്ചുകൊടുത്തു. ദീർഘമായ വിരഹദുഃഖം കൊണ്ടും മാനസികമായും ശാരീരികമായും തകർന്നു കഴിഞ്ഞ സൈനബ് റളിയല്ലാഹു അൻഹ അധികകാലം ജീവിച്ചില്ല. അബുൽ ആസിനെ തീരാ ദുഃഖത്തിലാഴ്ത്തി ഹിജ്റ 8-ാം കൊല്ലത്തിൽ അവർ ഐഹിക ജീവിതത്തോട് വിടവാങ്ങി.
ഒരു ഭ്രാന്തനെ പോലെ അബുൽ ആസ് അവരുടെ മൃതദേഹം കെട്ടിപ്പിടിച്ച് വാവിട്ടു കരയുകയും അവരുടെ പാദങ്ങളിൽ അധരം അമർത്തുകയും ചെയ്തു. തൻ്റെ പ്രാണപ്രേയസി മരിച്ചുവെന്ന് സങ്കല്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മൃതദേഹത്തിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റാൻ സ്ത്രീകൾക്ക് സാധിക്കാത്തതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാണ് സൗമ്യമായി അദ്ദേഹത്തെ പിടിച്ചുമാറ്റി സമാധാനിപ്പിച്ചത്. ദുഃഖപാരവശ്യത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ഇറങ്ങി നിന്ന് മകളുടെ മൃതദേഹം മണ്ണിൽ ഇറക്കി വെച്ചു. സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് അലി എന്നൊരു മകനും ഉമാമ എന്ന ഒരു മകളുമാണ് ഉണ്ടായിരുന്നത്. ഉമാമയോട് വലിയ സ്നേഹമായിരുന്നു നബിക്ക്. തിരുമേനിയുടെ ഈ പൗത്രിയെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിന്നീട് വിവാഹം കഴിച്ചു.